പാരമ്പര്യമായിട്ട് മാത്രമാണ് നമുക്ക് ഷുഗർ വരിക. അപ്പൊ അച്ഛനും അമ്മക്കും ഷുഗർ ഇല്ല, അപ്പൊ കുട്ടിക്ക് ഷുഗർ വരുമോ? അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മക്കും ഷുഗർ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉറപ്പായിട്ടും ഷുഗർ വരുമോ? എങ്ങനെയാണ് ഈ പാരമ്പര്യവും ഷുഗറും തമ്മിൽ? ഹെറിഡിറ്ററി ട്രാൻസ്മിഷൻ, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്തായാലും ഉണ്ട്. കുട്ടിക്ക് വരുമെന്ന് ചോദിച്ചാൽ കുട്ടീൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ അനുസരിച്ചിരിക്കും. ഇല്ലാത്തത് കൊണ്ട് കുട്ടി ഡയബറ്റിക് ആവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ കുട്ടി വളർന്നു വരുമ്പോൾ ഇത് പറഞ്ഞ മാതിരി ഒരുപാട് ഗ്രോസ്ലി ഒബീസ് ആയിട്ടാണെങ്കിൽ അങ്ങനത്തെ ഹൈ ഫാറ്റി ഇതായിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ മാത്രമേ കുട്ടിക്ക് കൊടുക്കുന്നുള്ളൂ, കഴിക്കുന്നുള്ളൂ, ആക്ടിവിറ്റി ഇല്ല, എക്സസൈസ് ഇല്ല, തീർച്ചയായിട്ടും ആ കുട്ടിയും ഡയബറ്റിക് ആവാം. അച്ഛനും അമ്മക്കും ഡയബറ്റീസ് ഇല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഡയബറ്റിക് ആവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാവാം. ലൈഫ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അച്ഛനും അമ്മക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, ഒരു പേരന്റിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് 1.7 ടൈംസ് റിസ്ക് ആണ്. രണ്ട് പേരന്റ്സിനും ഉണ്ടെങ്കിൽ 3 ടൈംസ് റിസ്ക് ആണ് കുട്ടിക്ക് ഡയബറ്റീസ് വരാൻ. പഴഞ്ചൊല്ലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അതായത് കാരണന്മാരും നമുക്ക് വല്ല സ്വത്തുക്കളും തന്നില്ല, ഷുഗറും പ്രഷറും ഒക്കെ തന്നിട്ടുള്ളൂ. അത് വരാം തീർച്ചയായും. പക്ഷെ നമ്മൾ അത് വന്നോളൊന്നുമില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതിന് പ്രൊലോങ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറേ കാലം നമുക്ക് നല്ലൊരു ലൈഫ് നമ്മളിങ്ങനെ ലൈഫ് കൊണ്ടുപോകുന്നതനുസരിച്ചിരിക്കും. ഇൻസുലിനൊക്കെ കുത്തി വെക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമവും. ഡെയിലി അവർ ഇത് ചെയ്യണ്ടേ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഈ ഇൻസുലിൻ കുത്തി വെക്കുന്ന കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമവും. അപ്പൊ ഈ ഇൻസുലിൻ കുത്തി വെക്കാതെ ഈ ഓറൽ ഇൻസുലിൻ പറയുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഓറൽ ഇൻസുലിൻസ് ഇപ്പൊ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. FDA അപ്രൂവൽ ആയിട്ട് അത് വന്നിട്ടില്ല അതുവരെ. പിന്നെ നമുക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് phase 3 ട്രയൽസ് വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതൊരു മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു FDA അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ദെൻ മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ അറിയാം ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ആ പ്രോട്ടീൻ നമുക്ക് ഓറലായിട്ട് എടുക്കുമ്പോൾ അത് നമ്മളെ വയറ്റിൽ ചെല്ലുമ്പോൾ വയറ്റിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസും എൻസൈംസും ഒക്കെ ഭയങ്കര പവർഫുള്ളാണ്. അതിൻ്റെ ഒരു ആക്ഷൻ നമുക്ക് ഓറലി കഴിക്കുമ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ അവർ പല സ്റ്റഡീസും സ്റ്റമക്കിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റമക്കിലെ എൻസൈംസ് അതിനെ ഡാമേജ് ചെയ്യാൻ, ഡിസ്ട്രോയ് ചെയ്യാത്ത രീതിയിൽ ഉള്ള നമ്മൾ ക്യാപ്സ്യൂൾസ് ഒക്കെ കാണുന്നില്ലേ, അങ്ങനത്തെ ഒരു കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് പിന്നെ അത് ലിവറിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ രീതിയിലുള്ളത്. പക്ഷേ അതൊന്നും ഇതുവരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ സ്പ്രേസ് ഉണ്ട്, അപ്പോൾ അതും ട്രൈ ചെയ്യുന്നുണ്ട് അവർ. അതേപോലെ ആസ്മയിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ ഇൻഹേലേഴ്സ്, അതുപോലത്തെ ഇൻസുലിൻ. പക്ഷെ അതും ഒന്നും തന്നെ ഇതുവരെ. പക്ഷെ ഓറലി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാവില്ലേ, നമുക്ക് ആ ഒരു പെയിൻ കുറക്കാൻ പറ്റുമല്ലോ.